നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈസൻസ് ഒന്നും തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഇനി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. എടോ പോടി വിളിയൊക്കെ അങ്ങ് വീട്ടിൽ മതി, ഇനി ഇവിടെ വേണ്ട. ലൈസൻസ് ഇതുവരെ കയ്യിൽ ലഭിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ലൈസൻസ് ഇതുവരെ എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനി അത് എടുക്കാമെന്ന് ആലോചിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇനി ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നിയമങ്ങൾ മാറ്റിയെഴുതാൻ MVDയോട് ഉപദേശിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പൂർണ്ണമായും എങ്ങനെയാണ് ഡ്രൈവിംഗ് എന്നത് കൃത്യമായി മനസ്സിലാക്കി വേണം ഏതൊരു ഡ്രൈവറും വാഹനം എടുക്കാം എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ഈ നിയമങ്ങൾ മാറ്റിയെഴുതാൻ ഗണേഷ് കുമാർ തീരുമാനിച്ചിരിക്കുന്നത്. റോഡിലിറങ്ങുന്ന വാഹനം മറ്റാരെയും, കാൽനട യാത്രക്കാരെയും കൂടെയുള്ള മറ്റ് യാത്രക്കാരെയും അതുപോലെ തന്നെ നമ്മുടെ എതിർവശം വരുന്ന വണ്ടിയെയും ഒക്കെ തന്നെ ഇടിക്കാതെ അപകടം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമോ അത്തരത്തിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഇതുവരെ ലൈസൻസ് എടുക്കുന്നത് ഒരു ചടങ്ങ് മാത്രമായിരുന്നുവെങ്കിൽ ഇനി അത് അങ്ങനെയല്ല, അടിമുടി മാറിയിരിക്കും. ഇതുവരെ ലേണേഴ്സിൽ 20 ചോദ്യങ്ങളിൽ 13 എണ്ണത്തിന് മാത്രം ഉത്തരം അറിയാമെങ്കിൽ അല്ലെങ്കിൽ 13 ഉത്തരം മാത്രം ശരിയായിരുന്നുവെങ്കിൽ ലേണേഴ്സ് ലഭിക്കുമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. 30 ചോദ്യങ്ങളിൽ 25 എണ്ണത്തിനെങ്കിലും കൃത്യമായ ഉത്തരം നൽകേണ്ടി വരും. കാർ ലൈസൻസിനാണെങ്കിൽ H എടുത്താൽ മാത്രം പോരാ, റിവേഴ്സും അതുപോലെ തന്നെ പാർക്കിങ്ങും ചെയ്ത് കാണിക്കേണ്ടി വരും. 20 ലൈസൻസ് മാത്രമേ ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്നും കൊടുക്കുകയുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും. ഓർഡർ ഉടനെ തന്നെ ഇറങ്ങും. ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള മോശം വാർത്തകൾ ഒരുപക്ഷെ വന്നാലും നാടിന്റെ നല്ലത് മാത്രം മുന്നിൽ കണ്ടുള്ള പ്രവൃത്തിയാണെന്ന് അടിമുടി വിശ്വാസമുള്ളതിനാൽ തന്നെ അവയൊക്കെ അവജ്ഞതയോടുകൂടി തള്ളിക്കളയും. തോന്നിയ പോലെ ഡ്രൈവിംഗ് സ്കൂളുകളും തുടങ്ങാൻ കഴിയുകയില്ല എന്നതും ഒരു തീരുമാനത്തിൽ വരികയാണ്. ചില അവസരങ്ങളിൽ കാറിന്റെ ലൈസൻസ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് സ്ത്രീകളോടും പുരുഷന്മാരോടും 18 വയസ്സ് തികഞ്ഞവരോടും ഒക്കെ തന്നെ വളരെ മോശമായ രീതിയിൽ MVD ഉദ്യോഗസ്ഥർ പെരുമാറുന്നുണ്ട്. അത്തരം പരാതികൾ പലയിടത്തായി വന്നിട്ടുമുണ്ട്. ഇനി മുതൽ എടാ പോടി നീ എന്നീ വിളികളൊന്നും തന്നെ കാറിനുള്ളിൽ വെച്ച ഒരു ഉദ്യോഗസ്ഥന്മാരും വിളിക്കേണ്ടതില്ല എന്ന കർശന നിലപാടും മന്ത്രി സ്വീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കാറിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡ് സൂക്ഷിക്കും. കുറഞ്ഞത് 3 മാസമെങ്കിലും ഈ മെമ്മറി കാർഡ് സൂക്ഷിക്കും. പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ പരാതിയുമായി വരാനും ഈ മെമ്മറി കാർഡ് പരിശോധിക്കാനും ആ പരാതിപ്പെടുന്ന വ്യക്തിക്ക് കഴിയുമെന്ന ഉറപ്പ് മന്ത്രി നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരം നല്ല മാറ്റങ്ങൾ, അടിമുടി മാറ്റം ഉണ്ടാകുമ്പോൾ അത് നാടിന്റെ നന്മയ്ക്കാണ് എന്നുള്ളത് കേൾക്കുന്ന എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത്തരം ഒരു മാറ്റം അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഈ മാറ്റങ്ങളൊക്കെ തന്നെ നാടിന് വേണ്ടിയാണെന്ന് വ്യക്തവുമാണ്. അല്ലെങ്കിൽ ഒരു പേര് കേൾക്കാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ ഷോ കാണിക്കുവാനോ ഉള്ള വെറും വാക്ക് അല്ല എന്ന് വ്യക്തം. ഇപ്പോഴിത് അദ്ദേഹം നടത്തിയ ഈ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലൊരു സമൂഹ ശ്രദ്ധയും സ്വീകാര്യതയും ലഭിക്കുകയാണ്. ഇതിനൊക്കെ തന്നെ താഴെ വലിയ തോതിലുള്ള കമന്റുകളും വരുന്നുണ്ട്. കേരളത്തിൽ ഒരു ഗതാഗത മന്ത്രി ഉണ്ട് എന്ന് ഇപ്പോഴാണ് തോന്നുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ മന്ത്രി സഭയിലെ വിവരവും ബോധവുമുള്ള ഒരേ ഒരു മന്ത്രിയായി KB ഗണേഷ് കുമാർ മാറുന്നുണ്ടെന്നും ചിലർ പറയുന്നു. കേരളത്തിലെ മന്ത്രിമാർ എല്ലാം ഇതുപോലെ ആയിരുന്നുവെങ്കിൽ, കേരളത്തിൽ ഇതുപോലെയുള്ള മന്ത്രിമാർ ഉണ്ടെങ്കിൽ കേരളം എന്നേ രക്ഷപ്പെട്ടേനെ. ഇതാണ് ജനങ്ങളുടെ മന്ത്രി, യഥാർത്ഥ ജനസേവകൻ. ഈ ഡ്രൈവിംഗ് നിയമം ജനങ്ങൾക്ക് മാത്രം ആകരുത്. ഗവൺമെന്റ് ജീവനക്കാർക്ക്, പോലീസുകാർക്ക്, രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ എല്ലാവർക്കും ബാധകമാകണമെന്നും ചില അഭിപ്രായം വരുന്നുണ്ട്. ഒരുപാട് ഇഷ്ടം നമ്മുടെ ഈ മന്ത്രിയെ എന്നും പറയുന്നവർ നിരവധിയാണ്. എപ്പോഴൊക്കെ വകുപ്പുകൾ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ വളരെ നന്നായി ഭരിക്കുന്ന മന്ത്രി കൂടിയാണ് അദ്ദേഹം. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വായിൽ നിന്നും വിവരമുള്ള വർത്തമാനം കേൾക്കാൻ കഴിയുന്നത് എന്നും പറയുന്നുണ്ട് ചിലർ. ഗുഡ് ഇൻസ്പയറിംഗ് മെസ്സേജ് ടു ദ പബ്ലിക് എന്ന് പറയുന്നവരുമുണ്ട്. വലിയ സന്തോഷം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മന്ത്രിയാണ് രാജ്യത്തിന്റെ സ്വത്ത്. എല്ലാവർക്കും വേണമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ പറ്റും. പണി അറിയണമെന്ന് മാത്രം, കൂടെ ആത്മാർത്ഥതയും. താങ്കളെ പോലെയുള്ള മന്ത്രിമാർക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷം. നല്ലതാവട്ടെ, നല്ലത് ആര് ചെയ്താലും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും. ഇതുപോലെയുള്ള മിടുക്കന്മാർ മന്ത്രിയായി ഇനിയും നമ്മുടെ നാട്ടിൽ വരട്ടെ. എല്ലാ വകുപ്പിനും ഇതുപോലെ ഓരോ മന്ത്രി ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവമേ, പേരിൽ മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ കേരളം ദൈവത്തിന്റെ നാടായേനെ എന്ന് പറയുകയാണ്. ഇതൊക്കെ തന്നെ നല്ല മന്ത്രിയെ ആവശ്യമാണ് നമ്മുടെ ജനങ്ങൾക്ക് എന്നുള്ള ആഗ്രഹമാണ് കാണുന്നത്.
ഗണേഷ് കുമാറിനെ പോലെയുള്ള നല്ല മന്ത്രിമാരിൽ നിന്നും ജനങ്ങൾ നിരവധി നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം പ്രതീക്ഷ തെറ്റാതെ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന സന്ദേശമാണ് അല്ലെങ്കിൽ ഒരു ആശംസയാണ് നമ്മൾക്കും പറയാനുള്ളത്.